ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൻ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി കേട്ടോ. 1 കിലോ തൂക്കം വരുന്ന ക്യാരറ്റ് കേക്കാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതും ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്, ഓവനൊന്നും ഉപയോഗിക്കാതെ. അപ്പോൾ നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ കേക്ക് നമ്മുടെ വീട്ടിലെ ചീനച്ചട്ടിയിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മാത്രമല്ല സുഖമായിട്ട് ഒരു 4-5 ദിവസമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതേ ഉള്ളൂ പുറത്ത് തന്നെ. നമ്മൾ ചെയ്യാൻ നേരത്തെ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ നമ്മുടെ കേക്കിൽ ഉണ്ടാവാനായിട്ട് പാടില്ല. അക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതാ നമ്മുടെ ക്യാരറ്റ് ആണെങ്കിലും ഈന്തപ്പഴമാണെങ്കിലും കാഷ്നട്ട് ആണെങ്കിലും ഒട്ടും തന്നെ അടിയിലൊന്നും പോയി കിടക്കാതെ എല്ലാം നല്ലതായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എങ്ങനെയാണ് 1 കിലോ തൂക്കം വരുന്ന കേക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ കേക്ക് റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് കാരമൽ സിറപ്പാണ്. അപ്പോൾ ഇതങ്ങ് ആദ്യം തന്നെ ചെയ്ത് വെക്കണം കേട്ടോ. അതിനായിട്ട് ഇവിടെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ച പഞ്ചസാരയല്ല, പൊടിക്കാത്ത പഞ്ചസാരയാണ് 1/2 കപ്പ്. നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട്. അതിനുശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ഇത് ചെയ്യാൻ നേരത്ത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മാത്രമല്ല നമ്മുടെ കേക്കിന് ഒരു കരിമണം കയറി വരികയും ചെയ്യും. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ടൊന്ന് അലന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കളർ പോരാ, കുറച്ചും കൂടി ഒന്ന് ഡാർക്കായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. കണ്ടതാ, ഈ ഒരു രീതിക്ക് വേണം കിട്ടാനായിട്ട്. ഈ സമയത്ത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിമണം കയറി വരും കേട്ടോ. കണ്ടോ, നന്നായിട്ട് എന്താ പറയുക, ശരിക്കും കളറൊന്ന് മാറി വന്നതിന് ശേഷം പതുക്കെ ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് 1/2 കപ്പ് തന്നെ നന്നായിട്ട് തിളച്ച വെള്ളം ഇതേപോലെ കുറച്ചായിട്ട് പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എത്ര അളവിലാണോ പഞ്ചസാര എടുത്ത് അത്ര അളവിൽ തന്നെ വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇതിനകത്തേക്ക് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശരിക്കും ഒന്ന് പതഞ്ഞ് വരുമ്പോൾ തന്നെ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഒന്ന് മിക്സാക്കി ശരിക്കും രണ്ടും കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ കാരമൽ സിറപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് തണുത്ത് വരട്ടെ. ഇനിയിപ്പോൾ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയിൽ നന്നായിട്ട് ഉണങ്ങിയ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമ്മുടെ ക്യാരറ്റ് കേക്കിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നത് ഇതേപോലെ നമ്മുടെ കറുകപ്പട്ടയാണ്. അപ്പോൾ ഒരു ചെറിയ കഷ്ണം എടുത്ത് 1-2-3 ഒന്ന് പൊടിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ നല്ലതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാരയും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 1/2 കപ്പ് പഞ്ചസാര വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ 1/2 കപ്പ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്യുക. കൂടെ തന്നെ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് ഈന്തപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വലുതായിട്ടല്ല, ഇതേപോലെ ചെറുതായിട്ട് വേണം ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കാനായിട്ട്. ആ ഈന്തപ്പഴവും കൂടി നമ്മുടെ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കാഷ്നട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവെന്ന് പറയുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. കാഷ്നട്ട് ഇപ്പോൾ വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയോ. കൂടെ തന്നെ ഒരു 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമ്മുടെ ഈ മിക്സ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെ മൈദ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ക്യാരറ്റും ഈന്തപ്പഴവും അതേപോലെ തന്നെ കാഷ്നട്ടും ഒന്നും കേക്കിൻ്റെ ഏറ്റവും അടിയിൽ പോയി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കാരമൽ സിറപ്പും പഞ്ചസാര പൊടിച്ചതും അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ മിക്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ കേക്കിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഉണങ്ങിയ വലിപ്പമുള്ളൊരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 3 മുട്ടയും നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററിലാണെങ്കിലും ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് ഉണങ്ങിയ ബീറ്റർ വേണം എടുക്കാനായിട്ട്. ശരിക്കും വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്കാണ് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് ഒന്നിച്ച് ചേർക്കേണ്ട, 2 മാത്രം ചേർത്ത് കൊടുത്ത് ബീറ്റർ ഉപയോഗിച്ച് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയിൽ ആ കറുകപ്പട്ട പൊടിച്ചതിൻ്റെയൊക്കെ ടേസ്റ്റ് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. മിക്സ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കറുകപ്പട്ടയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നമ്മുടെ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സിറപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴേട്ടോ നന്നായിട്ട് ആ കളറ് കയറി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ തീരെ കളർ കുറയ്ക്കാതെയും ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നതിനകത്തേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റിഫൈൻഡ് ഓയിൽ വേണം ചേർക്കാനായിട്ട്. വെളിച്ചെണ്ണയോ അതേപോലെ തന്നെ പാം ഓയിലോ ഒന്നും ചേർക്കരുത്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി കുറച്ച് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്നും ഓവർ ബീറ്റ് ചെയ്യേണ്ടതില്ല, പതുക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മാത്രം മതിയോ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എപ്പോൾ പൊടികൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ചേർത്ത് കൊടുത്താലും ഒന്ന് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. 1.5 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1.5 കപ്പ് മൈദയായിട്ടും എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഇതേപോലെ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച്, ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട, ഹാൻഡ് വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പൂണോ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. 1.5 കപ്പ് മൈദ എടുക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം 1 കിലോ തൂക്കം വരുന്ന കേക്ക് കിട്ടുന്നത്. നന്നായിട്ട് മിക്സാക്കി വെച്ചതിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്യാരറ്റ്, ഈന്തപ്പഴം അതേപോലെ തന്നെ കാഷ്നട്ടിൻ്റെ മിക്സും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നല്ല കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടായിരിക്കും. പക്ഷേ ക്യാരറ്റ് കേക്കിൻ്റെയും അതേപോലെ തന്നെ പ്ലം കേക്കിൻ്റെ ഒക്കെ മിക്സ് എന്ന് പറയുന്നത് ഇതേപോലെ നല്ല കട്ടിക്കായിരിക്കും ഇരിക്കുന്നത്. അടുത്ത ഇതേപോലെ ഇരിക്കും നമ്മുടെ കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ കേക്ക് ടിന്ന് ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ കേക്ക് ടിന്നകത്തേക്ക് കുറച്ച് ഓയിൽ എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് പറ്റി കൊടുക്കുക കേട്ടോ. സൈഡിലും അതേപോലെ തന്നെ താഴെയും ഒക്കെ പറ്റി കൊടുക്കുക. കൂടെ തന്നെ ഒരു ബട്ടർ പേപ്പറും കറക്റ്റ് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കൂടി കുറച്ച് ഓയിലൊന്ന് പറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഓയിലൊക്കെ പറ്റി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങ് വിട്ട് കിട്ടും. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല രീതിക്ക് ഇങ്ങ് വിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണേ. ഇനിയിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റ് കേക്കിൻ്റെ മിക്സും കൂടി ഇതിനകത്തേക്കും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ക്യാരറ്റ് കേക്കിൻ്റെ മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കേക്ക് ടിൻ്റെ ഒരു 1/4 ഭാഗത്തിൻ്റെ അടുത്ത് മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. കുത്തി നിറച്ച് വെക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങ് പൊങ്ങി വന്നു കഴിയുമ്പോൾ പുറത്തേക്ക് ഇങ്ങ് ചാടിപ്പോവും. അപ്പോൾ ഒരു 1/4 ഭാഗം അത്രമാത്രം മതിയാവും. അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ കേക്ക് ടിൻ എടുക്കാനായിട്ട്. നല്ലതുപോലെ തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ആണെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചീനച്ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല അടികട്ടിയുള്ള ഉള്ളിലുള്ള ചീനച്ചട്ടി തന്നെ എടുക്കുക. നല്ലതുപോലെ തന്നെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റാൻഡ് നടുക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സും കൂടി അങ്ങ് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെഡിയായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഏകദേശം ഒരു 50-55 മിനിറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്ക് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് ആദ്യം ഒരു 15 മിനിറ്റ് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലുമായിട്ട് വേണം വെക്കാനായിട്ട്. സമയത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും. അത് നമ്മൾ എടുക്കുന്ന കേക്ക് ടിൻ്റെയും അതേപോലെ തന്നെ പാത്രത്തിൻ്റെയും ഗ്യാസിൻ്റെയും ഒക്കെ ബേസ് ചെയ്തിട്ടിരിക്കും സമയത്തിൻ്റെ കാര്യത്തിൽ. എന്നാലും ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഏറ്റവും കൂടിയ 1 മണിക്കൂർ അത്രയും മാത്രം മതിയാവും. ഫുൾ ഫ്ലെയിമിലിട്ട് ഒരിക്കലും കേക്ക് റെഡിയാക്കരുത് കേട്ടോ. ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ചോ ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ കേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് ഇത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാവേ. അങ്ങനെ നമ്മൾ 1 കിലോ തൂക്കം വരുന്ന ക്യാരറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കറക്റ്റ് അളവുകളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ അളവുകളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. കണ്ടോ, കേക്കാണെങ്കിലും അടിയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ബട്ടർ പേപ്പറും കൂടി നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. നമ്മൾ ആ കാരമൽ സിറപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കേക്കിൻ്റെ കളറേ ആകെ തന്നെ അങ്ങ് മാറിപ്പോകുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
നമ്മുടെ സൈഡൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ വേറൊന്നുമില്ല, നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടോ, നമ്മുടെ ക്യാരറ്റും ഈന്തപ്പഴം അതേപോലെ തന്നെ കാഷ്നട്ടൊന്നും ഒട്ടും തന്നെ അടിയിലൊന്നും പോയി കിടക്കാതെ കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കുക കേട്ടോ. കൂടെ തന്നെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് വേറെയും ഒരുപാട് കേക്ക് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമുക്കിതേപോലുള്ള നല്ല പുതിയ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.